പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മകളെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ശ്വാസകോശങ്ങൾ, അതുപോലെ നടുവെല്ലുകൾ, പിന്നെ കരൾ, ഹൃദയം, അതെല്ലാം പ്രാർത്ഥിക്കാം. പാൻക്രിയാസ് വരെയുള്ള അവയവങ്ങളിലുണ്ടാകുന്ന പ്രാർത്ഥിക്കും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഇവിടുന്ന് നമ്മളിത് പ്രാർത്ഥിക്കാനുള്ള അടുത്ത ഘടകം ഞാൻ ഓർക്കുമ്പോൾ കൈരേഖയെന്നും പറഞ്ഞ് സംഭവിക്കുന്ന കർത്താവ് കാണിക്കുന്നുണ്ട്. കൈരേഖ ദാറ്റ് മീൻസ് ഈ 1-ാം പ്രമാണത്തിൻ്റെ എതിരാണത്. രാഹുകാലം, കൈരേഖ, പിന്നെ പഞ്ചാംഗം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സത്യദൈവത്തിന് നിന്നെ സമർപ്പിക്കുന്നതിന് എതിരായിട്ട് വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ടാണ്. പൊയ് ദൈവങ്ങളാണ് വരുന്നത്. പൊയ് ദൈവങ്ങളാണ്. അതാണ് പറയുന്നത്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു റെഫറൻസ്. അതാണ്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ രാഹുകാലമോ ഗുളികനോ അതുപോലെ തന്നെ കൈരേഖയോ വേറെ എന്തെങ്കിലും പ്രശ്നം വെപ്പിക്കലോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലേ. അതായത് മനുഷ്യൻ്റെ ഭാവി അറിഞ്ഞിട്ട് മനുഷ്യൻ ദൈവമായിട്ട് മാറുന്ന ഒരവസ്ഥയില്ല. സിദ്ധന്മാരെ ദൈവങ്ങളെയൊക്കെ ആശ്രയിച്ചു കൊണ്ട് പലതരത്തിലുള്ള ജ്യോത്സ്യ പരിപാടികളിലൊക്കെ എല്ലാം കൊടുത്തിട്ട് ദൈവത്തെ നിന്ദിച്ചിട്ടുള്ള അവസ്ഥയില്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം മാപ്പ് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, 1-ാം പ്രമാണം ലംഘിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ലോകത്തിൻ്റെ ജ്ഞാനങ്ങളെയും നിഗൂഢ വിദ്യകളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വിദാതാവാകാൻ ദൈവേതരമായ മാർഗങ്ങൾ അവലംബിച്ച് അവിശ്വാസിയായിപ്പോയ കാലങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ആവർത്തിക്കത്തില്ലെന്ന് കർത്താവിന്റെ നാമത്തില് പ്രതിജ്ഞ ചെയ്യുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. ഒരുമിച്ച് പാടുക. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. വിടുതലിൻ ആത്മാവേ, വിടുതലിൻ ആത്മാവേ നിറയണമേ. ഒരുമിച്ച് എല്ലാവരും. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ഒരുമിച്ച് പാടുക. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. ഹല്ലേലൂയ. കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ
അഗ്നിയഭിഷേകമേ ഓ അഗ്നിയഭിഷേകമേ കാറ്റായി വീശണമേ തീ കാറ്റായി വീശണമേ ഓ അഗ്നിയഭിഷേകമേ ഓ അഗ്നിയഭിഷേകമേ ഓ അഗ്നിയഭിഷേകമേ കാറ്റായി വീശണമേ തീ കാറ്റായി വീശണമേ കാറ്റായി വീശണമേ തീ കാറ്റായി വീശണമേ ശ്രുതികര ഹല്ലേലൂയ കർത്താവേ കർത്താവേ അഭിഷേകമേ കർത്താവേ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ കർത്താവേ അയക്കണമേ കർത്താവേ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ കർത്താവേ അഗ്നിയാൽ അഭിഷേകമേ ഓ അഗ്നി അഭിഷേകമേ ഓ അഗ്നി അഭിഷേകമേ അഭിഷേകമേ ഓ അഗ്നി അഭിഷേകമേ കാറ്റായി വീശണമേ തീ കാറ്റായി വീശണമേ ഉറക്കെ പാടാം ഓ അഗ്നി അഭിഷേകമേ ഓ അഗ്നി അഭിഷേകമേ കാറ്റായി വീശണമേ തീ കാറ്റായി വീശണമേ വിടുതലിന്റെ ആത്മാവേ വിടുതലിനാത്മാവേ നിറയണമേ അഗ്നിതൻ അഭിഷേകമായി പടരണമേ Praise the Lord. ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. അതിങ്ങനെ തൊലിപ്പുറത്താണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ദശ വളർന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ ത്രികോണം, ഇതുപോലെ ശരീരത്തിനൊരു പേശിയുണ്ട്. ത്രികോണത്തിൻ്റെ ആകൃതിയിലാണ്, കറക്റ്റ് ത്രികോണമല്ല, എന്നാൽ തന്നെ അത് ഏറെക്കുറെ മാംസളമായ ഭാഗമാണ്. ഈ മാംസളമായ ഭാഗത്ത് കറുത്ത പൊട്ടുകളും വെളുത്ത പൊട്ടുകളും കുരുക്കളാണ്. കുരുക്കൾ പൊട്ടിക്കഴിയുമ്പോൾ കറുത്ത നിറം വരും, അല്ലെങ്കിൽ കുരുവിൻ്റെ നിറം വരും. ചില സമയത്ത് ഊത്തലുണ്ടാകും, ചില സമയത്ത് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ രോഗത്തെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്തെങ്കിലും ആഡംബര വസ്തുക്കൾ കൊണ്ട് നിന്റെ എസ്റ്റീം വർദ്ധിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ ആകർഷണത്തിന് നീ ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ, അത് നിനക്ക് മാറ്റാനുള്ളിൽ പ്രചോദനം തരുന്നുണ്ടെങ്കിൽ നിനക്കത് മാറ്റാവുന്നതാണ്. കാര്യം നിനക്ക് അതിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇതൊരു മെസ്സേജാണ്, ദർശനമാണിത്. അതായത് നീ ഉപയോഗിക്കുന്ന ആഡംബര വസ്തുക്കൾ എന്ന് വിചാരിച്ചോ, അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്കൊരു എസ്റ്റീം കിട്ടണമെന്ന് വിചാരിച്ചോ, ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടണമെന്ന് വിചാരിച്ചോ, അതുകൊണ്ട് നിൻ്റെ മനസ്സിന് തൃപ്തി ഉണ്ടാണെന്ന് വിചാരിച്ചോ, അത് നീ ബലം പ്രയോഗിച്ച് മാറ്റാനല്ല അച്ഛൻ പറയണത്. ആർക്കെങ്കിലും ഈ ധ്യാനത്തിൻ്റെ സമയത്ത് അങ്ങനെ കളയണമെന്ന് തോന്നി, അതൊന്നും ഇല്ലെങ്കിലും എനിക്ക് അംഗീകാരം, എൻ്റെ ആന്തരികമായ അഭിഷേകത്തിൽ എനിക്ക് കോൺഫിഡൻസ് തോന്നുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവും കൃപയും നിനക്ക് തരുന്ന കോൺഫിഡൻസാണ്. ലോകം തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ദൈവം തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നിട്ട് പോകുന്നു, ആ സമാധാനം ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ലോകം തരുന്ന കോൺഫിഡൻസ്, കോസ്മെറ്റിക്സ് കമ്പനീസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ, നമ്മുടെ കാലം കഴിയുമ്പോൾ അതെടുത്ത് മാറ്റപ്പെടുകയും നമ്മുടെ വിഷയം പഴയതുപോലെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആഡംബര വസ്തുക്കളില്ലാതെ, ഒരു മുക്കുകുത്തി പോലും ഇല്ലാതെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എസ്റ്റീം കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ആന്തരികമായി തോന്നിയാൽ യു ഹാവ് ഗിവൺ ദ ഗ്രേസ്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു എന്ന് ഈശോ പറഞ്ഞില്ലേ? സഫിഷ്യൻ്റ് എന്ന് ഈശോ ഒറ്റ വാക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ.
കർത്താവിൻ്റെ വചനത്തിൽ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. 2 Corinthians 12:9 എന്താ പറയണത്? നിനക്ക് സഫിഷ്യൻ്റ്. സമറിയക്കാരിയോട് എന്താ പറഞ്ഞത്? 5 ഭർത്താക്കന്മാരുണ്ടെങ്കിലും നിനക്ക് സഫിഷ്യൻ്റ് അല്ല. പക്ഷേ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, നിനക്കെൻ്റെ കൃപ മതി, ഭർത്താവ് ഇല്ലെങ്കിലും നിനക്ക് ജീവിക്കാമെന്ന്. ദാറ്റ് മീൻസ് ലോകം തരുന്ന സമാധാനം എന്ന് ഈശോ പറയുമ്പോൾ ഞാൻ തരുന്ന സമാധാനം എന്ന് ഈശോ ബദലായിട്ട് പറയും. ലോകത്തിൻ്റെ ഓരോ പ്രവണതയ്ക്കെതിരെ ബദൽ അന്വേഷിക്കുകയാണ് സുവിശേഷം. ആ ബദലിൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്, ദ ഗ്രേസ് ഓഫ് ഗോഡ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇനി നമുക്ക് വിഷയങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴ് പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഓർക്കുക. നെഞ്ച്, ശ്വാസകോശങ്ങൾ, വലിവ്, ആസ്മ, കരള്, ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ, ഹൃദയത്തിൻ്റെ കോശങ്ങൾ, അതിൻ്റെ പൾസിൻ്റെ കുറവ്, ചിലപ്പോൾ ഹൃദയമിടിപ്പ് കൂടുതൽ, വാട്ടർ വിത്ത് കീസ്, എവിടെയെല്ലാം നിനക്ക് വേദന, ഏതെല്ലാം അവയവങ്ങൾക്കുണ്ട് അവിടെയെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കൈവെക്കുക. എന്നിട്ട് പ്രഖ്യാപിക്കുക, ഞാൻ കർത്താവിൻ്റെ നാമത്തിലെ എൻ്റെ രോഗത്തിൻ്റെ മേലും രോഗമുള്ള അവയവത്തിൻ്റെ മേലും എൻ്റെ കൈകളെ യേശുനാമത്തിൽ വെക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ, കരളിനെ സ്പർശിക്കണമേ, കർത്താവ് പാൻക്രിയാസിനെ സ്പർശിക്കണമേ, ഹൃദയത്തെ സ്പർശിക്കണമേ, അസ്ഥിപഞ്ജരങ്ങളെ സ്പർശിക്കണമേ, അസ്ഥിക്കുഴകള്, അസ്ഥിബന്ധങ്ങള്, ശ്വാസകോശങ്ങള്, മാരക രോഗങ്ങള് യേശു നാമത്തില് മാറിപ്പോട്. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ നൽകിയിടും. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, വല്ലഭൻ അവൻ വല്ലഭൻ. വിടുതൽ എന്ന് പ്രാപിക്കാം, വിടുതൽ എന്ന് പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹ തടസ്സമുള്ളവരെ. നിങ്ങൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കറിയാവുന്നവരെയും ഓർക്കണം. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ വിശ്വാസം കുറവുള്ളവരും ഉണ്ടാവും, ചിലപ്പോൾ പ്രാർത്ഥിച്ച് മടുത്തു പോയവരും ഉണ്ടാവും, വിശ്വാസത്തിന് പിൻവാങ്ങിയവരും ഉണ്ടാകും. ഈ മസ്റ്റ് സപ്പോർട്ട് ദം. നിങ്ങൾ അവരെയും പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യണം. വിവാഹ തടസ്സമുള്ളവരെ ഇപ്പോഴും പരിശുദ്ധാത്മാവ് നിറയാൻ ഈശോയ്ക്ക് സമർപ്പിക്കുക. മക്കളില്ലാത്തവരെ, ചിലർക്ക് മക്കളില്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് അഭിഷേകം കിട്ടിയിട്ട് അവർക്ക് പ്രശ്നങ്ങളില്ല. പക്ഷെ ചിലർക്ക് മക്കളില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചത്ത് കളയണമെന്ന് തോന്നുന്ന അത്രയും ആന്തരികമായ വേദനയുള്ളവരാണ്. ഞാൻ രണ്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. അവരുടെ വേദനയും എനിക്കത് മനസ്സിലാകും. അപ്പം അത് നമ്മളത് ആരാധനയിൽ വെക്കും. അങ്ങനെയുള്ളവരൊക്കെ ഓരോ വിഷമമെന്ന് പറയുമ്പോൾ
ഞാൻ പറയും ആരാധനയ്ക്ക് സമയമാവട്ടെ. അപ്പോഴേ ഈശോ ജീവനോടെ എഴുന്നള്ളി മഹത്വപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ വിഷയം പറയാമെന്ന് പറയും. അപ്പം മക്കളില്ലാത്തവരെ ഇപ്പോഴ് അവർ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരുണ്ടാകാം, അണ്ടം തന്നെ ഇല്ലാത്തവരുണ്ടാകാം. ഇനി നിങ്ങളുടെ ആ രണ്ട് അണ്ടാശയങ്ങളും ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റിയിട്ട് ഉള്ളവരുണ്ടാകാം. അപ്പം നിങ്ങൾ ഓർക്കും അണ്ടാശയം എടുത്തു മാറ്റിയാൽ പിന്നെ കൊച്ചിനെങ്ങനെ ഉണ്ടാകാനാണെന്ന്. അപ്പം നിനക്ക് ഏതെങ്കിലും വിധത്തിൽ കൊച്ചിനെ കർത്താവ് തരാൻ വിചാരിച്ചാലോ, ഇൻ കേസ് ഏതെങ്കിലും മാർഗത്തിൽ, സാങ്കേതിക മാർഗത്തിൽ നിനക്ക് കൊച്ചില്ലാതെ ജീവിക്കാൻ പറ്റാതെന്നില്ലെങ്കിൽ, പക്ഷേ നിനക്ക് അണ്ടാശയമില്ല, ഗർഭാശയം തന്നെ എടുത്ത് മാറ്റാം. ഞാൻ പറയും ഗർഭാശയം എടുത്തു മാറ്റപ്പെട്ടവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം ബൈബിൾ അങ്ങനെ പറയും. പ്രതീക്ഷ ഒന്നുമില്ലാതിരിക്കെ അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. അതാണ് 4:19. ദത്തിൻ്റെ വഴിയായാലും ശരി, വേറെ എന്ത് വഴിയായാലും ശരി, പ്രതീക്ഷ ഒന്നുമില്ലാതിരിക്കെ ഈ ഗർഭപാത്രം എടുത്തു മാറ്റിയവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരു പുസ്തകം കർത്താവിൻ്റെ വചനം മാത്രമാണ്. കൈയിടിച്ച് കർത്താവിനെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്നി കുര്യാച്ചൻ. ഞാൻ പിറവം ഹോളി കെയ്ൻസ് ജ്ഞാനായ കത്തോലിക്ക പള്ളി ഇടവകാംഗമാണ്. ഞാൻ 2022 ഡിസംബർ 7-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് കണ്ടു പോകാമെന്ന് ഓർത്താണ് അന്ന് വന്നപ്പോൾ ലൈൻ നിന്നപ്പോൾ ഉടമ്പടി ആയതുകൊണ്ട് പിന്നെ പേടി ആയതുകൊണ്ടാണ് എടുത്തത്. ഞാൻ ഒരു പ്രാവശ്യം ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞതാണ്. ഇത് രണ്ടാം പ്രാവശ്യമാണ് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത്. എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്നാലും എൻ്റെ ആവശ്യം നിവൃത്തിയില്ല, വണ്ടി ഓടിക്കാതെ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ 2 വീലറും 4 വീലറും കൂടെ പഠിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് ഒന്ന് ടെസ്റ്റിന് പോയി, തോറ്റുപോയി. എന്നാലും 2 വീലർ ലേണേഴ്സ് ഉള്ളത് കൊണ്ട് ഓടിച്ച് നടന്ന് 2024 മെയ് 22-ാം തീയതി മഴയത്ത് ചെളി തെന്നി ഞാൻ വീണു. എൻ്റെ മെയിൻ റോഡിലാണ് ഞാൻ വീണത്. എൻ്റെ പുറകിലെല്ലാം 2 വീലറായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ അവർ വന്ന് ഏറ്റതിന് ശേഷമാണ് എൻ്റെ പുറകിൽ തെരുതെരുന്ന് ബസ്സും ലോറിയും വന്നത്. അല്ലെങ്കിൽ ആ ലോറി, ഞാൻ പറഞ്ഞു മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിലുള്ളത് കൊണ്ടും ഞാൻ ഉടമ്പടിയിലുള്ളത് കൊണ്ടുമാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ അന്നേരം അവിടെ നിന്ന് തന്നെ പറഞ്ഞു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഷോൾഡർ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. വേദന സഹിക്കാൻ പറ്റുന്നില്ല, മഴയായി. മുട്ടിയാറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് 2 പ്രാവശ്യവും എൻ്റെ ഷോൾഡർ പിടിച്ചിടാൻ നോക്കി, എനിക്ക് പറ്റുന്നില്ല. അവരെന്ത് ചെയ്താൽ അവർ മാറി ഡോക്ടർമാർ ചോദിച്ചു ഇന്ന് എന്താ കഴിച്ചത്. ഞാനാണെങ്കിൽ രാവിലെ മുതൽ ഉപവാസം, വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു. ഡോക്ടർമാർ നേഴ്സുമാർ ചിരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു ഈ ചേച്ചിയുടെ പിടിച്ചിടാൻ പറ്റത്തില്ല, തിയേറ്ററിൽ കയറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിടിച്ചിടാൻ പറ്റും ഡോക്ടറെ, ഒന്നും കൂടെ ശ്രമിക്കുക. ഞാൻ ഉടമ്പടിയിലാണ്, എൻ്റെ കയ്യിൽ മാതാവുണ്ട്, ഇടത് കയ്യിൽ മാതാവിനെ പിടിച്ച് ഞാൻ കരയുവാണ്. അമ്മേ എന്നെ തളർത്തരുതേ, ഇവരുടെ മുമ്പിൽ നാണം കെടുത്തരുതെന്ന് പറഞ്ഞ്. എൻ്റെ ആ നിർബന്ധം കാരണം അവർ ഓർത്തോ ഡോക്ടറെ, മെയിൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നു, ഒന്നും കൂടെ പിടിച്ചിടാൻ നോക്കി, പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞു ചേച്ചി പറ്റിയല്ല, എക്സ്റേ എടുത്തുകൊണ്ട് വന്ന് ഷോൾഡർ കയറുന്നില്ല, ചേച്ചി തിയേറ്ററിൽ കയറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഉടമ്പടിയിലാണ്, എനിക്ക് വിശ്വാസമുണ്ട്, എന്നെ മാതാവോ തിയേറ്ററിൽ കയറ്റിയല്ല, അത് പിടിച്ചിടാൻ പറ്റും ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചിയുടെ നിർബന്ധമാണെങ്കിൽ എന്നെ പിടിച്ചിരുത്തി. അവരെല്ലാവരും കൂടെ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എന്നെ ഇവരുടെ മുമ്പിൽ സാക്ഷിയാക്കി മാറ്റണം, എനിക്ക് അൾത്താരയിൽ സാക്ഷ്യം പറയണം, എന്നെ നാണം കെടുത്തരുതെന്ന് മാത്രം ഞാൻ കരഞ്ഞു പറഞ്ഞു. വേദന സഹിക്കാൻ പറ്റില്ല, സ്വർഗം വരെ ചെല്ലുന്ന വേദനയായി. എന്താണേലും ആ പ്രാവശ്യം പിടിച്ചിട്ടു. അവർ പറഞ്ഞു ചേച്ചിയുടെ വിശ്വാസം ഭയങ്കരമാകട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞു അത് BP ഒക്കെ കൂടി തളർന്നു, കാരണം ഭക്ഷണവും കഴിച്ചിട്ടില്ല. പക്ഷേ മാതാവിൻ്റെ ഒരു കൃപ കൊണ്ടാണ് അവിടെ എനിക്ക് പിടിച്ചിട്ടു. അത് കഴിഞ്ഞ് അവിടെ അഡ്മിറ്റാക്കി, BP കൂടിയതായതുകൊണ്ട്. പിറ്റേ ദിവസം MRI എടുത്തു. MRI എടുത്തപ്പോൾ അവർ പറഞ്ഞു ടിയറാണ്, ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട, ഒരു ദിവസം കൂടെ കടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വീട്ടിൽ പോയിട്ട് വേദന കൂടുവാണ്, വന്ന് ചെയ്യാം, എല്ലാവരുടെയും അനുവാദം വേണം, എന്നെ നോക്കാൻ ആൾ വേണം, അതുകൊണ്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഞാൻ കാശുരൂപം കൈ പിടിച്ചിട്ട് പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് പോയത്. ഞാൻ ആ ഡോക്ടറുടെ കസാരയുടെ അടി സത്യം പറഞ്ഞ ശകലം ഉപ്പ് എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടിട്ടു. എനിക്ക് ഓപ്പറേഷൻ വരാതെ ഡിസ്ചാർജാക്കി വിടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ വിട്ടു. പിന്നെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു വേദന എങ്ങനെയുണ്ട്. കുഴപ്പമില്ല, എന്നാൽ വേദന വരുവാണെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതായാലും 24 മെയ് 22-ാം തീയതി ചെയ്തതാണ്. ഇതുവരെ ഞാൻ
നടക്കുന്നുണ്ട്. എൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ എൻ്റെ ഷോൾഡറിലും വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഈ തൈലം പുരട്ടും. കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ വേദന, ഓപ്പറേഷൻ ചെയ്തവരുടെ വേദന എനിക്കറിയാം. അതുകൊണ്ട് ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞ് ഇതുവരെ അത് ചെയ്യേണ്ടി വന്നിട്ടില്ല. ദൈവത്തിന് നന്ദി. പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ടെസ്റ്റിന് പോയി. അവിടെ ചെന്നപ്പോൾ വീണ്ടും തോറ്റുപോയി. വീണ്ടും 6 മാസം ഇരുന്നിട്ടാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്. തോറ്റുപോയി. പൈസ ഉണ്ടാകുന്നതനുസരിച്ചാണ് ഡ്രൈവിംഗ് പഠിത്തം. വീണ്ടും 3ാമത്തെ പ്രാവശ്യം പോയി, തോറ്റുപോയി. എല്ലാവരും കളിയാക്കാൻ തുടങ്ങി, ഈ പ്രായത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ഇത്രയും പ്രാർത്ഥിച്ച് എപ്പോഴും വീട്ടിൽ കൂടെ പോകുമ്പോൾ സാക്ഷ്യവും ധ്യാനമാണല്ലോ കേൾക്കുന്ന, ധ്യാനമന്ത്രം പോലെ. എന്നിട്ടും ജയിച്ചില്ലല്ലോ എന്ന് പറയുന്നവരുമുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവത്തിനൊരു സമയമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയമല്ല. ഞാൻ ജയിച്ചു കഴിയുമ്പം ഞാൻ ഡ്രൈവറായിട്ട് ലൈസൻസായിട്ട് മേടിച്ച് പെരക്കകത്ത് വെക്കാനല്ല, എനിക്ക് നന്നായിട്ട് ഓടിച്ച് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ആ സമയം ആഗ്രഹിക്കുമ്പോൾ കിട്ടുമെന്ന് ഞാൻ അവരോട് പറഞ്ഞാലും മാതാവേ ഇത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് മാതാവിനോട് ഞാനിരുന്ന് പറയുമായിരുന്നു. അങ്ങനെ 4ാം പ്രാവശ്യം ടെസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് വിട്ടു. ആ 4ാം പ്രാവശ്യം ഞാൻ പോയപ്പം ഞാനിരുന്ന് വചനം എഴുതുന്ന രീതിയുണ്ട്. അങ്ങനെ ഞാൻ 1000 പ്രാവശ്യം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് എഴുതിയൊക്കെ പോയി, ധൈര്യമായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് 2 വീലർ കിട്ടി, 4 വീലർ കിട്ടിയില്ല. അപ്പോഴും ഞാൻ ഓർത്തു, ഏതായാലും ഒരെണ്ണം കിട്ടി, ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ കോൺസെൻട്രേഷൻ ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇനി ഒന്നും കൂടെ കാർ ഓടിച്ച് പഠിക്കാനായിരിക്കും എന്നുള്ള ധൈര്യത്തിൽ തന്നെ പോന്നു. ഇതിനോടൊപ്പം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ പുതിയ കാറ്, ഓട്ടോമാറ്റിക് കാറ് മേടിച്ചു. പിള്ളേർ അമ്മച്ചിക്ക് ഗിയർ മാറുമ്പോഴായിരിക്കും പാടെന്നും പറഞ്ഞ് പിള്ളേർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ മേടിച്ചു. കാറ് വീട്ടിൽ വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, കാറ് മേടിച്ചിട്ടിട്ട് ഡ്രൈവറെ വെക്കണമല്ലോ എവിടെയെങ്കിലും പോകുമ്പം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം തോന്നണല്ലോ. ചേച്ചി അതേ കയറി ഇരിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ലൈസൻസ് കിട്ടിയിട്ടേ ഞാൻ കയറിയിരിക്കുന്നുള്ളൂ. അങ്ങനെ 5ാം പ്രാവശ്യം ഞാനപ്പോൾ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പം ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് ആൾത്താരെ കയറി സാക്ഷ്യം പറയണം. എനിക്ക് എല്ലാവരും എന്നിലൂടെ എന്നെ കളിയാക്കിയവരും എന്നെ പറഞ്ഞവരും ഡ്രൈവിംഗ് സ്കൂളുകൾ മാറിയെന്ന് പറയുന്നവരോടൊക്കെ മുമ്പിൽ എന്നെ സാക്ഷിയാക്കി വരണം. അങ്ങനെയാണ് എന്നെ വളർത്തേണ്ടതെന്ന് ഞാൻ എന്നും പറയുമായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ചയെ പോയി എച്ചെടുക്കാൻ ചെന്നപ്പോഴും കിട്ടുന്നില്ല. സാറ് പറഞ്ഞു, നിർത്തിക്കോ, പിന്നീട് ചെന്ന് തോറ്റു പോകുകയുള്ളൂ, വെറുതെ പോകണ്ടായെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സങ്കടമായി. ഞാൻ ഓർത്തു, ഇനി എൻ്റെ കഴിവൊന്നുമില്ല. അന്ന് തന്നെ ഞാൻ വന്നൊരു ബുക്ക് മേടിച്ചിട്ട് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 41-ാം വചനം എഴുതി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ വചനം ഇന്നലെ രാവിലെ കൊണ്ട് 1000 പ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. 1000 പ്രാവശ്യം എഴുതുമ്പോൾ പറഞ്ഞ് എഴുതുമ്പോൾ നമ്മൾ 2000-ന് തുല്യമായല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വചനം തന്നെ ടൈപ്പ് ചെയ്ത് മൊബൈലിൽ സ്റ്റാറ്റസ് ഇട്ടു. അത് കഴിഞ്ഞ് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി പോകാൻ നേരത്ത് പറഞ്ഞ് ഞാൻ ടെസ്റ്റിന് ഇറങ്ങുവാണ്. അമ്മയായിരിക്കണം കൂടെ പോരുന്നത്, അമ്മ ഗ്രൗണ്ടിലുണ്ടായിരിക്കണം, ഈശോയായിരിക്കണം സ്റ്റിയറിംഗ് പിടിക്കുന്നത്. ഞാൻ അവിടെ സാറ് കണ്ടു കഴിഞ്ഞാൽ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞാൽ 2 കടലാസി കുഞ്ഞു പൊതിയാക്കി ഉപ്പ് പൊതിഞ്ഞെടുത്തു, തൈലം ബാഗിലെടുത്തു. അങ്ങനെ പോയി അവിടെ ചെന്ന് സാറ് ഇറക്കത്തിൽ ഞാൻ ഉപ്പെടുത്ത് സ്റ്റിയറിങ്ങിലൊക്കെ പരട്ടി, തൈലം എടുത്ത് പരട്ടി ധൈര്യത്തിലങ്ങ് ഇരുന്നു. അവിടെ ചെന്ന് ഇന്നലെ എച്ചെടുത്ത് കഴിഞ്ഞപ്പോഴും ഏറ്റവും ഭംഗിയായിട്ട്, ഇത്രയും നാളെടുക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് എടുത്തു എന്നാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് റോഡ് എടുത്തു. എനിക്ക് പേടിയായിരുന്നു. എന്താണ് ഞാൻ ഓർത്തു, ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ അങ്ങ് പോയി. എന്താണ്, ഇന്നലെ ലൈസൻസ് കിട്ടി. എടവപ്പള്ളി പോയി വൈകുന്നേരം നന്ദി പറഞ്ഞ് അച്ഛനോടും പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു, ഇവിടെ വരുമ്പം ഈ ലൈസൻസ് വേണം. അപ്പം ഞാൻ മൊബൈലിൽ നോക്കുമ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ അക്ഷയ സെൻറ്ററിൽ പോയി ലൈസൻസും എടുത്ത് ഞാൻ ഇന്ന് കൃപാസനത്തിൽ വന്നാണ് സാക്ഷ്യം പറയാനായിട്ട്. പിന്നെ ഇതുകൂടാതെ മറ്റനേകം കാര്യങ്ങൾ മാതാവിലൂടെ എനിക്ക് ഈശോ വഴിയായിട്ട് നടത്തി തന്നിട്ടുണ്ട്. പക്ഷേ അത് പിള്ളേർ കൂടെ ഇല്ലാത്തതുകൊണ്ട് പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പം കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ സമ്പൂർണ്ണ ബൈബിൾ 2 മേടിച്ച് വെച്ചായിരുന്നു. അപ്പം ഞാൻ ഓർത്തത് ആർക്ക് കൊടുക്കും. ഞങ്ങൾ ഒരു കൃപാസനം എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടു, ആർക്കെങ്കിലും ബൈബിൾ മേടിക്കാൻ പൈസ ഇല്ലാതിരിക്കുന്ന ഒരു ബൈബിൾ 2 ഉണ്ട്, വേണോ എന്ന് ചോദിച്ചു. 5 മിനിറ്റിനുള്ളിൽ തന്നെ 2 അക്രൈസ്തവർ ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ച് മെസ്സേജ് വന്നു. അവർക്ക് 2 പേർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് 3ാമതൊരാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കില്ലായിരുന്നു. പിന്നെ ഞാൻ 2 ബൈബിളോട് മേടിച്ച് അങ്ങനെ ആവശ്യപ്പെട്ടവർക്ക് കൊടുത്തു. ഞങ്ങളുടെ അടുത്ത് തന്നെ വൃദ്ധസദനമുണ്ട്. അതുപോലെ മാനസിക രോഗികൾ വെല്ലുവിളികൾ നേടുന്നുണ്ട്, അവരുടെ സ്ഥലമുണ്ട്. പുരുഷന്മാരുടെ വഴിയരത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. അവിടെയൊക്കെ മാറി പോകും. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ അവർക്ക് അതും എല്ലാം മേടിച്ചു കൊടുക്കും. അതുകൂടാതെ രോഗികളെ കാണാനായിട്ട് പോകും, പറ്റുന്ന പോലെ ചെയ്യും. പിന്നെ നടക്കാനായിട്ട് ഒത്തിരി പാടാട്ടോ എനിക്ക്. അങ്ങനെ വേദനയുണ്ടെങ്കിലും അഖണ്ഡ ജപമാലയ്ക്ക് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. 2023 അഖണ്ഡ ജപമാലയ്ക്ക് വന്നു. അന്ന് പൂർത്തീകരിച്ച് 5.5 മണിക്കൂർ കൊണ്ട് ജപമാല പൂർത്തീകരിച്ചെല്ലാം പറ്റി. കഴിഞ്ഞ വർഷം പോരാൻ നേരത്ത് നീ നടക്കുമോ പോകുമോ എന്ന് ചോദിച്ചു.
കഴിഞ്ഞ വർഷം എന്താണ് പറ്റുന്നിടത്തോളം പോകാമെന്ന് പറഞ്ഞാണ് വന്നത്. കഴിഞ്ഞ വർഷവും ജപമാല ജാതി പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തേക്കാൾ പൂർണ്ണമായിട്ടും, കാരണം 7.5 മണിക്കൂർ എടുത്ത് നടന്ന് എത്താനായിട്ട് അത്രയും നേരം ജപമാല ചെല്ലി തന്നെ വരാനായിട്ട് പറ്റി. അതിനേക്കാൾ ഉപരി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ബ്ലോക്ക് ആയതുകൊണ്ട് 50 മിനിറ്റ് നടക്കേണ്ടി വന്നു ഇവിടം വരെ ഒന്ന് എത്താനായിട്ട്. ഇവിടുന്ന് റാലി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിടക്കുന്ന വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് ചെല്ലാൻ 2 കിലോമീറ്ററോട് വീണ്ടും നടക്കേണ്ടി വന്നു. അത്രയും ദൂരം നടന്ന് റാലിക്ക് വരാനായിട്ട് പറ്റി. പിന്നെ സമ്പൂർണ്ണ ബൈബിൾ പൂർത്തീകരിച്ച് വായിക്കാനായിട്ട്, നേരത്തെ വായിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്ന പ്രവണതകൾ കൂടുതലായിരുന്നു. ഇപ്പോൾ എനിക്കത് വായിക്കാനായിട്ട് പറ്റുന്നുണ്ട്, ഉപവാസം എടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 1:38 പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലും കുറച്ച് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. 28/9/2019 ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത്. ഓഗസ്റ്റ് മാസത്തിലാണ് ആദ്യമായി ഇവിടെ വരുന്നത്. പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ കാലുകുത്തത് ഓഗസ്റ്റ് മാസത്തിലാണ്. എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് വഴിത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. മാറിക ഫൊറനപ്പള്ളി, വഴിത്തല മാറിക, കൂത്താട്ടോളത്തിനും തൊടുപുഴയ്ക്കും നടുക്കായിട്ട് വരും. ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഭാര്യ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് പത്രം കൊണ്ടുവരികയും ആ പത്രം നോക്കിയില്ല. ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുറവലങ്ങാടും നെടിയശാലപ്പള്ളിയിലും ഡിവൈൻ മേഴ്സിയിലും ഏഴുമുട്ടത്തൊക്കെ മാതാവുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര അകലെ പോയി മാതാവിനെ കാണേണ്ട കാര്യമുണ്ടോ എന്നെൻ്റെ വൈഫിനോട് ചോദിച്ചു. അപ്പം ഞാൻ 5 ദിവസമായിട്ട് ആ പത്രം തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. വൈഫ് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലാണ്, തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന തേക്കിൻകാട്ടിൽ ഫാമിലി നടത്തുന്ന സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. അപ്പോൾ അവിടെ നൈറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ആ പത്രം ഒരു ഞായറാഴ്ച കൊണ്ടുവന്നു. ഒരാഴ്ച അത് നോക്കിയിട്ടേ ഇല്ല. അന്നത്തെ 5 ദിവസം കഴിഞ്ഞ് ശനിയാഴ്ചയാണ് ഞാൻ ആ പത്രം തിരിഞ്ഞു നോക്കുന്നത്. പത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ട ദൈവവചനങ്ങളും ഉടമ്പടി സാക്ഷ്യങ്ങളും എൻ്റെ മനസ്സിൽ വല്ലാതെ സ്പർശിച്ചു. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നണമെങ്കിൽ കുറച്ച് ദിവസങ്ങളും സമയങ്ങളൊക്കെ എടുക്കും. അത് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് മനസ്സിൽ ചിന്തിച്ചപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ശരിക്കും സത്യം പറഞ്ഞ ഞാൻ കൃപാസനത്തിൽ വന്നത്. ഓഗസ്റ്റ് മാസം ഇതെന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത് എന്താണ് എന്നറിയാനുള്ള ഒരു വ്യഗ്രത എൻ്റെ മനസ്സിൽ കടന്നുകൂടി. അതെൻ്റെ ഇടവകയായ മാറിക ഫൊറനപ്പള്ളിയിലെ ഇടവകയിലെ കുരിശുമുട്ടിൽ ജോണിച്ചേട്ടൻ്റെ വാഹനത്തിലാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ, കാലുകുത്താൻ പോലും സ്ഥലമില്ലാത്തൊരു സ്ഥിതി. പരിശുദ്ധ അമ്മയുടെ നാമം പരിശുദ്ധമായി തന്നെ ആളുകൾ സംസാരിക്കുകയും അതിനെക്കുറിച്ച് എല്ലാം കേൾക്കുകയും എല്ലാം അത്ഭുതമായി സംഭവിക്കുന്നത് കാണുവാനും ഇടയായി. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി വെച്ച കാര്യം തന്നെ എൻ്റെ മൂത്ത മകൻ ഉണ്ടായിക്കഴിഞ്ഞ രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു. 6 വയസ്സ് ഡിഫറൻസ് ഉണ്ട് രണ്ടാമത്തെ കുട്ടി. ആദ്യ ഉടമ്പടിയിൽ തന്നെ ഉടമ്പടി വെച്ച് വീട്ടിൽ ചെന്ന ആ സമയത്ത് ആദ്യ ഉടമ്പടി മാസത്തിൽ തന്നെ അത് സംഭവിച്ചു. ഉടമ്പടി തൈലം ഞാൻ ഭാര്യയുടെ വയറിൽ കുരിശ് വരച്ച് പുരട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പല പ്രാവശ്യങ്ങൾ അങ്ങനെ തേനും കുടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒരു അത്ഭുതം നടന്നു. ഇത് രണ്ടാമത് നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടാതിരുന്നത് ഹോർമോണിൻ്റെ പ്രശ്നങ്ങളും പീരിയഡ്സ് ക്ലിയർ ആവാത്തതിൻ്റെയും പിന്നെ ശാരീരികമായ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടായിരുന്നു. അതെല്ലാം ഉടമ്പടി വെച്ചതിന് ശേഷം പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി രണ്ടാമത്തെ കുട്ടിയുടെ കാര്യങ്ങളിലേക്ക് കടന്നു. അത് കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ. സെർവിക്കൽ ഗ്രന്ഥ് എന്ന് പറയുന്ന ഗർഭാശയ വികാസം കാരണം അങ്ങനെ കുട്ടി അബോർഷനായി പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടായി. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു സ്റ്റിച്ച് ഇടണം. അങ്ങനെ കുറേ മാസങ്ങൾ വേദനയിലൂടെ കടന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം പുരട്ടുകയും കുരിശ് വരച്ച് ഉടമ്പടി തൈലം പുരട്ടുകയും തേൻ കുടിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാനന്ന് ഉടമ്പടിയിൽ എഴുതിയിരുന്നു, ആണായാലും പെണ്ണായാലും അംഗവൈകല്യങ്ങളൊന്നുമില്ലാതെ ദൈവം തന്നാൽ മതി എന്നുള്ളൊരു മനസ്സിൽ അങ്ങനെ എഴുതിയിരുന്നു. ദൈവം രണ്ടാമത് എനിക്കൊരു പെൺകുട്ടിയെ തന്നു. ആൻമരിയ, അതായത് മാതാവിൻ്റെ ഒരു നാമധേയത്തിൽ തന്നെ ആൻമരിയ എന്ന് പേര് ഇട്ടു. ഇപ്പോൾ ഞാൻ പുതുക്കിയത് 12ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ ഉടമ്പടി പുതുക്കാനായി ഇവിടെ വരുമ്പോൾ സാക്ഷ്യം പറയണമെന്ന് ഇവിടെ പറയുകയും, പക്ഷേ എൻ്റെ സാഹചര്യം അത്രയും കിലോമീറ്റർ വണ്ടി ഓടി പോകാൻ സാധ്യതയില്ല, അങ്ങനെ താമസിക്കും എന്നുകൊണ്ട് തടസ്സങ്ങളായിരുന്നു മുഴുവനും. ഒന്നല്ലെങ്കിൽ വൈഫിന് ലീവ് കിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ എന്തെങ്കിലും തടസ്സങ്ങളാണ്.
ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇങ്ങ് പോന്നതാണ്. 4 പേര് ഒരുമിച്ച് വന്നു. മാതാവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായി. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ വിഷയം കടബാധ്യത മാറുവാൻ വേണ്ടിയായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി വെച്ചത്. എൻ്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചു വിടാൻ വേണ്ടി പെരയുടെ ആധാരം കൊണ്ടുപോയി സൊസൈറ്റിയിൽ ലോൺ വയ്ക്കുകയും അത് അടവ് മുടങ്ങി 5 ലക്ഷം രൂപ പിഴപ്പലിശയോട് കൂടി വരികയും ജപ്തിയായിട്ട് വരികയും ചെയ്തു. ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ നാട്ടിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ സംഭവിക്കുകയും ചെയ്തു. അതിൽ നിന്ന് മാതാവ് ഉടമ്പടിയിലൂടെയാണ്, ഉടമ്പടി കാശുരൂപം കയ്യിലുണ്ടായിരുന്നു, ഉടമ്പടി കൊന്തയുണ്ടായിരുന്നു കഴുത്തിൽ. അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ മരണത്തെ വെല്ലുന്ന രീതിയിലുള്ള ഒരു അത്ഭുതം സംഭവിച്ചു. അതിൻ്റെ ഫലമായി ക്ലെയിമായിട്ട് കുറച്ച് പൈസ മാതാവ് എനിക്ക് തന്നു. അതിലൂടെ എൻ്റെ ബാങ്കിലെ ലോണിൻ്റെ കടം 1 ലക്ഷം രൂപ മാതാവ് അനുഗ്രഹിച്ച് ഇളച്ച് ബാക്കി അത് വീട്ടുവാൻ സാധിച്ചു. പിന്നെ എൻ്റെ ഭാര്യ വീട് വിൽപ്പനയ്ക്കായിട്ട് ശ്രമിച്ചിട്ട് ഒരു കാരണവശാൽ നടക്കാണ്ട് പോയായിരുന്നു. അത് ഇവിടുന്ന് ഞാൻ മണ്ണ് എടുത്തുകൊണ്ട് പോവുകയും ഉപ്പ് മേടിച്ച് സ്ഥലത്തിൻ്റെ 4 കോണിലിടുകയും വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ചവെച്ചതിന് ശേഷം ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അത് നമ്മൾ ഉദ്ദേശിച്ചാലും എമൗണ്ടിൽ ആ സംഭവം സ്ഥലം വിറ്റുപോവുകയും അമ്മ മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ കുടുംബസമാധാനം ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കടബാധ്യതകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കടബാധ്യത മാറിയതോടുകൂടി കുടുംബസമാധാനം, സന്ധ്യാപ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം ദൈവം അനുഗ്രഹിച്ചു. സന്ധ്യാപ്രാർത്ഥന മുടങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാലും ഏത് രാത്രിയിലായാലും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന വിശ്വാസപ്രമാണം കൂടി ചൊല്ലി ഇപ്പോൾ വിളിക്കുന്ന ഏത് സമയത്തായാലും നമ്മൾ കൊന്ത ചൊല്ലുമായിരുന്നു. പിന്നെ പിള്ളേരുടെ ഒരു നിർബന്ധമുണ്ട് അതിനകത്ത്. സന്ധ്യാപ്രാർത്ഥനയിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ അവർ തന്നെ മുൻകൈ എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതി. മൂത്തയാളായ ഷാരോൺ ഉണ്ടായിരുന്നു. ഷാരോണ് ആൻമരിയ എന്നാണ് എൻ്റെ കുട്ടികളുടെ പേര്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തിയായിട്ട്. നമ്മളിവിടുത്തെ പത്രം കൊണ്ടുപോയി ഓരോ കടകളിൽ കൊടുക്കുകയും ഓരോ വീടുകളിൽ സ്വന്തമായി തന്നെ കൊടുത്ത് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും എൻ്റെ അനുഭവങ്ങൾ അവരോട് പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ പല ആളുകളും വഴിത്തലായിൽ നിന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും നേർച്ച വസ്തുക്കളെക്കുറിച്ച് പറയുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ യൂട്യൂബ് വഴിയുള്ള എല്ലാ ധ്യാനങ്ങളും ഫോണിൽ കൂടെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കഴിയുന്ന രീതിയിലുള്ള പൊതിച്ചോറ് വിതരണങ്ങൾ, പാവപ്പെട്ടവർക്കുള്ള എല്ലാ കാര്യങ്ങളും കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നു. സ്വഭാവത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കുവാൻ സാധിച്ചു. കാരണം ഞാനിവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ക്ഷമ എന്നാന്നുള്ള കാര്യം മനസ്സിലായത്. ഇപ്പം നമ്മൾ ഓരോ കൗണ്ടറുകളിൽ ചെല്ലുമ്പോഴും അത് ആ പേപ്പർ ഇവിടെ സൈൻ ഇടണം, ഈ പേപ്പർ ഇവിടെ സൈൻ ഇടണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ക്ഷമയില്ലെങ്കിൽ അതൊന്നും നടക്കില്ല. അപ്പം ഞാനിവിടെ വന്നപ്പോൾ തന്നെ ജോസഫച്ചൻ ഇവിടെ പറയുന്നത് കേട്ടോ, ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ മറ്റൊരു വ്യക്തിയോട് ദേഷ്യമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ക്ഷമിച്ചതിന് ശേഷമേ ഉടമ്പടി എടുക്കാവുള്ളൂ എന്ന് ജോസഫച്ചൻ അൾത്താരയിൽ നിന്ന് പറയുന്നത് ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അവിടെ വെച്ച് തന്നെ ഓരോ വ്യക്തികളെയും മനസ്സിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവരോട് ക്ഷമിച്ചതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപടിയായി ദൈവം നമുക്ക് തന്നനുഗ്രഹിച്ചു. ക്ഷമിക്കാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയത്തിൻ്റെ രഹസ്യം എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി നേർന്നുകൊള്ളുന്നു.